ഇഹലോകം പരലോകം ഇങ്ങനെ രണ്ട് ലോകം അല്ലേ. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഈ ലോകത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, പരലോക വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പിന്നെ പാഠത്തിൽ പറയുന്നത്. പരലോക വിശ്വാസം നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു, അതുപോലെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഓക്കെ, ഇനി ഒരു നാൾ ഈ ലോകം നശിക്കും. അള്ളാഹു ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി മാറ്റും. സർവ്വജീവികളെയും ഒരുമിച്ച് കൊണ്ടുവരികയും വിചാരണ ചെയ്യുകയും ചെയ്യും. ഇനി വിചാരണമായ പ്രതിഫലത്തിനെ കുറിച്ച് പറയാതെ ഓരോരുത്തരും ചെയ്യുന്ന നന്മയും ചിന്തയും അതിന്മേൽ എത്ര ചെറുതായാലും അവിടെ കാണിക്കുമ്പോൾ അർഹമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോ സൽക്കർമ്മികളായ സത്യവിശ്വാസികൾക്ക് സ്വർഗം, അല്ലാത്തവർക്ക് നരകം. പഠിച്ചു നോക്കണേ. ഓക്കെ, പിന്നെ അള്ളാഹു തന്നെ സദാവിശ്വാസപ്പെടുത്തിയിട്ടാണ് പാഠത്തിൽ ഭാഗം. ഇനി ഖിയാമത്ത് നാളിന്റെ സമയം, ഖിയാമത്ത് നാൾ ഏത് ദിവസമാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അതിന്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ, അതായത് ചെറിയ അടയാളങ്ങൾ പാഠത്തിലുള്ളത്. അതിൽപ്പെട്ട ചില അടയാളങ്ങൾ എന്ന് പറഞ്ഞു പറയാണ്: കൊലപാതകം, മരിച്ചു പോവുക, മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, കൊള്ള, കൊല, ചൂഷണം, അറിവില്ലായ്മ മുതലായവ അധികരിക്കുക. ഇതൊക്കെ പഠിച്ചുകൊണ്ട് പള്ളികളിൽ നിന്ന് ശബ്ദം വരുക, അനധരിൽ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക, പിന്നെ പിൻഗാമികൾ ശപിക്കുക, ഉമ്മയെ വെറുക്കുക, പിതാവിനെ അല്ലെങ്കിൽ ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഇതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വെറുപ്പിക്കുക, അതുപോലെ തന്നെ പിതാവിനെ അടിച്ച് ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഇതൊക്കെ ഖിയാമത്ത് നാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നിന്ന് സ്വത്തുകൾ അധികരിച്ച് എല്ലാ ഭാഗത്തും കൂടിയും കവിഞ്ഞൊഴുകയും അറബ് നാടുകൾ തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളുമായി മാറുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഖിയാമത്ത് നാൾ അടുത്ത പ്രധാനപ്പെട്ട അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക, പിന്നെ ദജ്ജാൽ പുറപ്പെടുക, ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക, ഈസാ അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലുക, യജൂജ് മഅജൂജ് പുറപ്പെടുക, ദാവത്തുൽ എന്ന അത്ഭുതം പ്രത്യക്ഷപ്പെടുക, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക, യമനിൽ നിന്ന് ഭയങ്കരമായ തീ പുറപ്പെടുക, മശ്രിഖ് മഗ്രിബ് വേള നടക്കുന്ന പുക ഉണ്ടാവുക. ഈ പുക 40 ദിവസം പറയുന്നുണ്ട്. 40 ദിവസം പണ്ട് മുമ്പിനുകൾ ജലദോഷം പിടിച്ച പോലെ, കാപ്പുകൾ മത്ത് പിടിച്ചവരെ പോലെ ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ചില അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ചെറിയ അടയാളങ്ങളും പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്ന് പറഞ്ഞ വലിയ അടയാളങ്ങളും രണ്ടും സെപ്പറേറ്റ് തന്നെ പഠിച്ചു. ഒരിക്കലും ഒന്നായിട്ട് കൂടി പോയത് മാറിപ്പോയത്. ഇൻഷാ അല്ലാഹ്.